എൻഡോക്രൈനോളജി. ഈ ഹോർമോൺസും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗാവസ്ഥയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ് എൻഡോക്രൈനോളജി. ഹായ് ഓൾ, ഞാൻ ഡോക്ടർ അഞ്ജു കൃഷ്ണ, കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് അറ്റ് കിംസ് വല്യത്ത് ഹോസ്പിറ്റൽ. ഇനി എപ്പോഴാണ് നിങ്ങൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണേണ്ടത്? അപ്പം നമ്മുടെ എല്ലാവരുടെയും വിചാരം ഒരു എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ തൈറോയിഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് മാത്രം നോക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു എൻഡോക്രൈനോളജിയിൽ വരുന്ന ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറയുന്നതും അല്ലെങ്കിൽ ഇൻസുലിൻ ശരീരത്തിൽ കറക്റ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതായത് ഡയബറ്റിസ്, പ്രമേഹം എന്ന് പറയുന്നത്. അത് പലതരത്തിലുള്ള പ്രമേഹമുണ്ട്. കുട്ടികളിൽ കാണുന്ന പ്രമേഹം അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിസ്, പിന്നെ ഗർഭാവസ്ഥയിലുള്ള പ്രമേഹം, ജെസ്റ്റേഷണൽ ഡയബറ്റിസ്, പല ജനിതകപരമായി കാണപ്പെടുന്ന ഡയബറ്റിസ്, അതിൽ പല തരത്തിലുള്ള ഡയബറ്റിസുകളാണ് നമ്മൾ കാണുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എൻഡോക്രൈനോളജിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് തൈറോയിഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അത് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, കുട്ടികളിൽ കാണുന്ന വളർച്ചാക്കുറവ്, പ്യൂബർട്ടൽ ഡിസോർഡേഴ്സ്, സ്ത്രീകളിൽ കാണുന്ന ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, പിന്നെ വലിയ ആൾക്കാരിൽ കാണുന്ന ബലക്ഷയം, പിന്നെ നമ്മുടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് അമിതവണ്ണം. ഈ പറഞ്ഞ കണ്ടീഷനുകൾ എല്ലാം ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ മേൽനോട്ടത്തിലുള്ള വിദഗ്ധ ചികിത്സ അനിവാര്യമാണ്.